കൊടുങ്ങല്ലൂർ നഗരസഭ തൈവയ്പ് 10ാം വാർഡിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മയക്കുമരുന്നിനെതിരെ നടപ്പാക്കുന്ന തൂഫാൻ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ തൈവയ്പ് 10ാം വാർഡിൽ മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാരിജാതം അങ്കണവാടിയിൽ നടന്ന പരിപാടിയിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദ് ക്ലാസ് നയിച്ചു. ഞാൻ കൗൺസിലറുടെ നമ്മളെ ക്ഷണിക്കാവുന്ന ആളത്തൊക്കെ പറഞ്ഞു, ഒരു ആരംഭശൂരത്വം പോലെ അല്ലെങ്കിൽ നമ്മൾ വല്ലപ്പോഴും വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ 1-2 പ്രോഗ്രാംസ് വെച്ചിട്ട് ഈ ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അപ്പോൾ അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രാദേശികമായ ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ വീട്ടിൽ പോയി കണ്ട് ഇനി ഈ പരിപാടി നിർത്തിക്കോ, നിങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ സാധാരണ പണിക്ക് പോകാൻ വേണ്ടി എന്ത് തയ്യാറാണോ, മേലിറങ്ങാൻ വയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ പണിയെടുക്കുന്നത്. ഈ മേലിറങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ അവൻ തന്നെ വിചാരിക്കുകയാണ് പൈസ കുറവാണ്. ഇതാകുമ്പോൾ എന്താണ്, വരുമാനം കൂടുതൽ. അപ്പോൾ വരുമാനം കൂടുതലുണ്ടെന്നുള്ള കാരണം കൊണ്ട് ഇത്തരം ബിസിനസ്സിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടും അല്ലേ. ഇപ്പോൾ നല്ല രീതിയിൽ ബാംഗ്ലൂരിൽ പോയി അടിച്ചു പൊളിച്ച് നല്ല കാറിലൊക്കെ നടക്കുമ്പോൾ സാധാരണക്കാരായ ജോലിയില്ലാത്ത ചെറുപ്പക്കാരെന്ത് കരുതും, ഇവൻ്റെ കൂടെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് വിൽക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് NDPSൽ ശക്തമായ നിയമമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പിടിച്ചിട്ടുള്ള ആളുടെ ഫോർച്യൂണർ കാറ് സീസ് ചെയ്തു, അത് കോടതി കണ്ടു കിട്ടി. അത് ഞാനീ പറഞ്ഞ പോലെ അയാൾ ഹോട്ടലിന് പിന്നെ കൊടുത്ത പൈസ ഉണ്ടല്ലോ പാർട്ട്ണർഷിപ്പായിട്ട്, ആ പൈസ എല്ലാം പോലീസ് കണ്ടെത്തി കോടതി കൊടുത്തു. മയക്കുമരുന്നിന്റെ ഉപയോഗവും വിതരണവും സമൂഹത്തിലുണ്ടാക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ശിക്ഷാ നടപടികളും അദ്ദേഹം വിശദീകരിച്ചു. സമീപ പ്രദേശങ്ങളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗമോ വിതരണമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസിനെയോ എക്സൈസ് വകുപ്പിനെയോ രഹസ്യമായി വിവരം അറിയിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. മയക്കുമരുന്ന് ഉപയോഗത്തിലും വിതരണത്തിലും ഏർപ്പെടുന്നവരെ ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണത്തിലൂടെ പിന്തിരിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തും. കുറ്റകൃത്യം ആവർത്തിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികളും കടുത്ത ശിക്ഷയും ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നാടിന്റെ നന്മയും ഭാവി തലമുറയുടെ സുരക്ഷയും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ വാർഡ് കൌൺസിലർ കവിത മധു സ്വാഗതവും CDS അംഗം ശ്രീദേവി വിജയകുമാർ നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗങ്ങളിലെ പ്രതിനിധികൾ, അയൽക്കൂട്ട ADS അംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, വിവിധ സംഘടനാ പ്രവർത്തകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.